ഈ നരാധമനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറാക്കണം. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രിയപ്പെട്ട സുരേഷ്, ഞാൻ ഈ വിസ്മയ കേസിൻ്റെ നാൾവഴികൾ നേരത്തെ തന്നെ ഫോളോ ചെയ്തിരുന്ന ആളാണ്. കനത്ത ശിക്ഷ കിരൺകുമാറിന് കിട്ടുമെന്ന് നല്ല ഉറപ്പിച്ചിരിക്കുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ. അതുപോലെ തന്നെയാണ് വിധി വന്നത് സെഷൻ കോടതിയുടെ. അത് കേട്ടവരും കണ്ടവരും എല്ലാവരും പറഞ്ഞത് അത് ന്യായമായ വിധിയാണെന്ന് തന്നെയാണ്. ഒരു സംശയമില്ല, ഇയാൾ തന്നെയാണ് ചെയ്തതെന്നുള്ളത് 100% ഉറപ്പാണ്. ഇയാൾ കെട്ടിത്തൂക്കിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇയാൾ കാരണമാണ് അവർ മരിച്ചത്. പാവം. അതിൻ്റെ വിലാപം പാഠം ഒന്ന് ഒരു വിലാപം കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ഏത് മനുഷ്യൻ്റെയും കരളരിയാൻ. അത് പോട്ടെ, കരളരിയാൽ കിടന്നിക്കട്ടെ. നിയമപ്രകാരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ എനിക്കൊരു ചെറിയ കംപ്ലൈൻറ്റ് താങ്കൾക്കെതിരെ പറയാനുണ്ട്. താങ്കൾ ഐ തിങ്ക് യു ആർ ഷൂട്ടിംഗ് ദ ഗൺ. തിരക്ക് പിടിച്ച് താങ്കളുടെ ആ ആത്മാർത്ഥതയും സ്നേഹവും ഈ പെൺകുട്ടി മരിച്ചതിലുള്ള ദുഃഖവും അതിലുള്ള പ്രതിഷേധവും രോഷവും കാരണം താങ്കൾ അതിൽ കടന്ന് ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നു. ഈ ഹൈക്കോർട്ട് ഇത് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, ക്യാൻസൽ ചെയ്തിട്ടില്ല. ഒന്ന്. പിന്നെ സുപ്രീം കോർട്ടിലെ വിധി താൽക്കാലികമാണ്. എനിക്ക് തോന്നുന്നില്ല ഇയാളിത് രക്ഷപ്പെടുന്നതിൽ. ഒരു കോടതിയും ഇത് അനുവദിക്കില്ല. അതുകൊണ്ട് താങ്കളുടെ ഭയം അസ്ഥാനത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഞാൻ വെറുതെ ഒരു കഥ പറയാം. ഒരു കഥ പോലെ പണ്ട് ഒരു മിമിക്രി കണ്ടിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടന്ന സൈക്കിൾ കെട്ട ആള് കോടതി ചെന്നപ്പോൾ സൈക്കിൾ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റടിക്കുന്ന ഫുട്ബോളാണോ അങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം അവസാനം കോടതി പറഞ്ഞു ഇയാൾക്ക് സൈക്കിൾ എന്താണെന്ന് തന്നെ അറിയില്ല, പാവം അതിനെ പറഞ്ഞു വിട്ടേക്കാൻ. അപ്പോൾ ഈ പ്രതി ആയിട്ട് കോടതിയിൽ കൊണ്ടുവന്ന ആള് സാക്ഷിക്കുള്ളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, അപ്പോൾ യുവർ ഓണർ, മൈ ഓണർ, എന്നെ വെറുതെ വിട്ടുള്ളൂ അല്ലേ? അതെ, എന്നാൽ പിന്നെ എനിക്ക് ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടന്നുകൂടെയെന്ന് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് മിമിക്രിയുടെ. അതുപോലെ ഇതിൽ സംഭവിക്കാൻ ഒരു ചാൻസ് ഉള്ള കാര്യം പറയാം. ഇന്ത്യൻ നീതിന്യായ കോടതിയുടെ അന്ധത എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കോർട്ടലക്ഷ്യം നടത്തുന്നത്. കോടതി എന്നോട് ക്ഷമിക്കട്ടെ, അല്ലെങ്കിൽ കോടി തീ എനിക്കും തരട്ടെ. അത് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇതിന് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യം തെളിവുകളുടെ അഭാവത്തിൽ ഇദ്ദേഹത്തിനെ വെറുതെ വിടും. അപ്പോൾ അദ്ദേഹം കോടതിയിൽ ചോദിക്കും എനിക്ക് ഒന്നുകൂടെ കല്യാണം കഴിച്ചുകൊടുന്ന് ആവാന്ന് പറയും. എന്താ സംശയം എന്ന് ചോദിക്കും. 1, 2, 3 ആവാന്ന് പറയും. കുഴപ്പമില്ല. പക്ഷേ ഇനിയും കല്യാണം കഴിക്കാൻ, രണ്ടാമത്തെ കല്യാണം കഴിക്കണമെങ്കിൽ അതും കൂടിയും വക വന്നതിന് ശേഷമേ മൂന്നാമത്തെ കഴിക്കാവുന്നൊരു കണ്ടീഷൻ വയ്ക്കുമ്പോൾ ചിലപ്പോൾ. പിന്നെ ഇദ്ദേഹത്തിന് ജോലി തിരിച്ചു കൊടുക്കാൻ പറയും. മുൻകാല പ്രാബല്യം മാത്രമല്ല, ഒരു പ്രൊമോഷൻ കൂടെ കൊടുക്കാൻ പറയും. കാരണം ആൾ മിടുക്കനാണല്ലോ. ഇതുപോലത്തെ മിടുക്കന്മാർ തന്നെയാണ് ഭരിക്കേണ്ടത്, അത് സംശയമില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ ട്രാഫിക് കൺട്രോൾ നടത്തേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പം അതുകൊണ്ട് നിവൃത്തിയില്ല സുഹൃത്തെ, എൻ്റെ പൊന്നു സഹോദര, നമ്മളൊക്കെ ഈ വിലപിക്കുന്നതൊക്കെ വെറുതെയാണ്. ഒരു കാര്യമില്ല, ഒരു പ്രയോജനം ഉണ്ടാകും, ഒന്നും നടക്കാൻ പോകുന്നില്ല. വലിയ വലിയ രാഷ്ട്രീയ പിടിയും കള്ളും കാശും കഞ്ചാവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അതാണ് കേരളത്തിലെ അവസ്ഥ, അതാണ് ഇന്ത്യയിലത്തെ അവസ്ഥ പൊതുവെ. ഞാനോ താങ്കളോ ഭയപ്പെട്ട പോലെയുള്ള ഒരു വിധി വരില്ലെന്നും ഈ നരാധമനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ മനുഷ്യന് ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.